ഹായ് എവരി വൺ, വെൽക്കം ടു യെറ്റ് അനദർ നട്ടപ്പാതിര വീഡിയോ. അപ്പോൾ ഇന്നത്തെ നട്ടപ്പാതിര വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദിയ കൃഷ്ണയുടെ ബേബി മൂൺ. ഞാൻ സ്നേഹ പറയുമ്പോഴാണ് ബേബി മൂൺ എന്നാണ് ഈ ഒരു ഫോട്ടോഷൂട്ടിനെ പറയുക എന്നുള്ളത് മനസ്സിലാക്കിയത്. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടൂർ പോകുന്നത് ഹണിമൂൺ. കല്യാണം കഴിഞ്ഞ് വൈഫ് പ്രഗ്നൻ്റ് ആയാൽ വീണ്ടും ഹസ്ബൻഡും വൈഫും കൂടി ടൂറ് പോകുന്നത് ബേബി മൂൺ. അങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് എനിക്ക് സ്നേഹിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. ആൻഡ് ആക്ച്വലി ഇറ്റ്സ് ഗുഡ് ബിക്കോസ് അപ്പോൾ നമുക്കറിയില്ലാണ് ഇത്, കാരണം എനിക്കത് അത്ര പരിചയമുള്ളൊരു ടേം ആയിരുന്നില്ല. എന്താണെങ്കിലും അങ്ങനത്തെ ഒരു എന്താ പറയുക, ഇൻസ്റ്റാ ടേം എന്നൊക്കെ പറയാം, ഇതൊരു കാര്യമാണ് ഈ ബേബി മൂൺ. എന്താണെങ്കിലും ദിയ കൃഷ്ണയുടെ പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് ഭയങ്കര വൈറലാണ്. അവർ മാലദ്വീപ്സിൽ എവിടെയോ ആണ്. സോ അവിടുന്ന് ദിയ കൃഷ്ണ ഒരു ഫോട്ടോ എടുത്തിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തു. അവിടെ തുടങ്ങി മക്കളെ, അവർക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂം ഇടാം, അവർക്ക് ആ ഫോട്ടോ അവരുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. അവരുടെ കമൻറ്റ് ബോക്സ് ലിമിറ്റഡ് ആണ്. ഓക്കെ, അവരുടെ കമൻറ്റ് ബോക്സ് ലിമിറ്റഡ് ആണ്. ഇൻസ്റ്റാഗ്രാമിനകത്ത്, ഫേസ്ബുക്കിനകത്ത് ലിമിറ്റഡ് അല്ല. ഫേസ്ബുക്കിനകത്ത് ഓപ്പൺ ആണ് തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും പബ്ലിക്കായിട്ടുള്ളൊരു കമൻറ്റ് ബോക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പബ്ലിക്കായിട്ട് കമൻറ്റ് ഇടാം. ഇനിയില്ല, അവർ പബ്ലിക്കായിട്ടൊരു പോസ്റ്റ് ഇട്ടു, നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, അതിനൊന്നും ഒരു വിഷയവുമില്ല. പക്ഷേ ഞാൻ തിരിച്ചെൻ്റെ പഴയ കമൻറ്റോളികളായ സുഹൃത്തുക്കളിലേക്ക് പോവാണ്. ഇനി ഒരുപാട് അരി അടിച്ചു തന്ന ആളുകളാണ് ഈ കമൻറ്റോളികൾ. ഇങ്ങനത്തെയൊക്കെ ടോപ്പിക്ക് ഇതിന് മുമ്പും സംസാരിച്ച സമയത്ത് ഈ കമൻറ്റോളികളോട് പറഞ്ഞതൊക്കെ തന്നെയാണ് പറയാനുള്ളൂ, പുതിയതായിട്ടൊന്നും പറയാനില്ലെങ്കിലും ഇവന്മാരെക്കുറിച്ച് കുറച്ച് പറഞ്ഞേ പറ്റൂ. ഇവന്മാരല്ല, ഇവളുമാരെക്കുറിച്ച് കുറച്ച് പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഇവരുടെ ഫോട്ടോ വീഡിയോസിൻ്റെയൊക്കെ അടിയിൽ വന്നിട്ട് ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയ കൃഷ്ണയുടെ ഡ്രസ്സിങ് ആണ്. വയറ് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഡ്രസ്സ് ഇട്ട്? ഇങ്ങനെയാണോ ഒരു ഡ്രസ്സിലുണ്ട്? പ്രഗ്നൻസി എന്ന് പറയുന്ന ആ പുണ്യമായ ഗർഭം ധരിക്കുക, ഒരു സ്ത്രീ, ഗർഭിണിയായ ഒരു സ്ത്രീ എന്നൊക്കെ പറയുന്നത് ഒരു അനുഗ്രഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് കുറേ ചേച്ചിമാരും അമ്മമാരും. എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് പോയി നോക്കാം. ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും തരുന്ന ഒരു അനുഗ്രഹമാണ് ഗർഭിണിയാവലും പ്രസവിക്കലും. ചിലരുടെ ഒരു വിചാരം ലോകത്ത് ഇവർ മാത്രമാണ് ഗർഭിണിയായത് എന്ന്, അപ്പോൾ മറ്റുള്ളവർ കാണട്ടെ എന്നാണ്. അല്ലാതെ എന്തു പറയാൻ. എന്തായാലും അപാര തൊലിക്കട്ടി. എത്ര കുട്ടികൾ, ഉമ്മമാർ, ആണുങ്ങൾ സ്വന്തം അച്ഛൻ കാണും. ഇങ്ങനൊരു കമൻറ്റ് കാണാനിടയായി. അടുത്തൊരു കമൻറ്റ്, ആ ചെക്കൻ അവനെ വേണം ഇപ്പോൾ പറയാൻ, ഇവനും നാണം അറിയില്ലേ ആവോ, അവൻ്റെ അമ്മയൊക്കെ എന്തൊരു മര്യാദയാണ്, ഇത് കാണുമ്പോൾ സഹിക്കും അത്രയും തന്നെയാണ്. ഊഫ്, ഞാൻ ഒരൊറ്റ ചോദ്യം ദിയോട് ചോദിക്കട്ടെ. ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നില്ല. അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? വീഡിയോ കണ്ടിട്ടുണ്ടാകുമല്ലോ, വീഡിയോ അടിപൊളി എന്ന് പറഞ്ഞു, കുറച്ചുകൂടെ നന്നായി വീഡിയോ എടുക്കാം എന്നാണോ പറഞ്ഞത്? അപ്പോൾ ഈ 3 കോമൻറ്റിൻ്റെയും ഒരു ഡിഫറെൻറ്റ് ലെവൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ടും വയറ് കാണിക്കലും എന്തിനും നാട്ടുകാരെ കാണിക്കലും എന്നുള്ളൊരു ചോദ്യം. എടീ, അവരെ വയറ്, അവരുടെ ഗർഭം, അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ, ഇതൊക്കെ കോമൺ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ കമൻറ്റോളികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ വഴി ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അല്ലെങ്കിൽ വീട്ടിലെല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള പ്രൊഫൈലും പേജുകളും ഉള്ള ആളുകളാണ്. സോ അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. അങ്ങനെയുള്ളതുകൊണ്ട് അവരുടെ ലൈഫിൽ നടക്കുന്ന ഏതൊരു ആക്ടിവിറ്റിയും അവർക്ക് എന്ത് ചെയ്യാം, ഒരു റീലാക്കാം, ഒരു പോസ്റ്റാക്കാം. അത് അവരുടെ ഫാമിലി, ഫ്രണ്ട്സിനെ അവർക്ക് എന്ത് ചെയ്യാം, അത് കാണിക്കാം. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും അധികം ആക്റ്റീവ് ആവാത്ത, സോഷ്യൽ മീഡിയയിൽ അധികം പോസ്റ്റുകളൊന്നും ഇല്ലാത്ത അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, അവരുടെ ഫാമിലി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് അവരുടെ ഫോട്ടോ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കും. പക്ഷേ ഇവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ദിയ കൃഷ്ണ ആൻഡ് എൻറ്റയർ ഫാമിലി, അച്ഛനാണെങ്കിലും അവരുടെ അനിയത്തിമാരാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകളാണ്. സോ അവർക്ക്
ഈ ഒരു ഫോട്ടോ ഇട്ടിട്ട് അവരുടെ ഫാമിലി അത്രയേ ഉള്ളൂ, അല്ല അതിലും കൂടുതലില്ല. പിന്നെ അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ അവരിട്ട പോസ്റ്റിൻ്റെ ക്യാപ്ഷനോ അവരിട്ട സംഗതികളോ അതിന് പുറമെ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ വേറെ ആരെങ്കിലും ഈ ദിയാകൃഷ്ണയുടെ ഫോട്ടോ എടുത്തു കൊണ്ടുപോയിട്ട് ഒരു ടൈറ്റിലോ ക്യാപ്ഷനോ ഇടുന്നതായിരിക്കും. അതെങ്ങനെ ദിയാകൃഷ്ണ എൻഡോസ് ചെയ്യണോ, ദിയാകൃഷ്ണൻ്റെ പാരൻസ് എൻഡോസ് ചെയ്യണോ, വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ടൈറ്റിലോ ഒരു തമ്മിലും ഇടുന്നത് ദിയാകൃഷ്ണ ചെയ്യണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെ കുറേ മിസ്ലീഡിങ് ആയ സാധനങ്ങളിൽ നിന്നും എന്ത് കയറി വരുന്നുണ്ട്, കുറേ ഹെയ്റ്റ് കയറി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ഈ ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നത്, ആ പയ്യൻ അവരൊപ്പം കൂടെ നിന്ന് അത്യാവശ്യം അവർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അറിയാലോ ഒരു സോ കോൾഡ് കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഏതൊരു ലേഡിയോട് ചോദിച്ചാലും അവർക്ക് ഈ കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയ സമയത്ത് സ്വന്തം ചെക്കനൊപ്പം ഉണ്ടാവണം എന്നുള്ള, അല്ലെങ്കിൽ എല്ലാം നല്ല കെയർ ചെയ്ത് കൊണ്ട് നടക്കണം എന്നുള്ളൊരു അതെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആണിനാണെങ്കിലും പെണ്ണിനാണെന്നുണ്ടെങ്കിലും. ഓക്കെ, പെണ്ണുങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിൽ കുറച്ച് കൂടും, നമ്മളാണുങ്ങൾക്കത് വല്ല പനി വരുമ്പോഴോ നമ്മൾ വയ്യാതെ വെക്കുമ്പോഴൊക്കെയാണ് നമുക്ക് തോന്നാറ്. ആ പയ്യനെ ആ പെൺകുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നതുകൊണ്ട് എന്ത് പ്രശ്നം? ഭർത്താവ് ഭാര്യനെ ടേക്ക് കെയർ എന്നുള്ള ആംഗിൾ നിങ്ങൾ നോക്ക്. അല്ലാതെ നീ പാവാടയാണ്, നീ മറ്റതാണ് മറച്ചതാണെന്നുള്ള സ്കീമിൽ ആ ചെക്കനും കുറേ ട്രോൾ അടിച്ച് വരുന്നുണ്ട്. ദിയാകൃഷ്ണ പറയുന്നുണ്ട് കേട്ടോ ഹസ്ബൻഡിനെ കുറിച്ചിട്ട്. നല്ലപോലെ കെയർ എടുക്കാറുണ്ട്. എനിക്ക് രാവിലെ പലപ്പോഴൊക്കെ എനിക്ക് ആപ്പിളൊക്കെ ഇവൻ അടുക്കളയിലേക്ക് കയറാറില്ല, ഇവന്റെ വീട്ടിൽ ഇവൻ ഒന്നുമേ ചെയ്യാറില്ല, വെള്ളം പോലും തിളപ്പിക്കാറില്ല. പക്ഷെ എനിക്ക് വേണ്ടി അവെല്ലാം ചെയ്തു തുടങ്ങി, വീട് വൃത്തിയാക്കി തുടങ്ങി. കേട്ടോ, മാറ്റങ്ങളാണ് ഒക്കെ ഒരു മനുഷ്യൻ്റെ ലൈഫിൻ്റെ സ്റ്റേജിൽ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും വരുന്ന കുറേ മാറ്റങ്ങളാണ്. നമ്മൾ ഭാര്യയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുക, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അത് ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. അല്ലാതെ ഇപ്പം അതിൽ കയറിയിട്ട് ഇവൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇവനൊരാണല്ല. അത് ഈ ചേച്ചിമാരൊക്കെ വന്ന് പറയുമ്പോൾ അത് കാണുമ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ കോമഡി ആയിട്ട് തോന്നാറ്. മോൾ ഈ കമൻറ്റ് വായിക്കുമെങ്കിൽ നല്ലത് ഇത്തരം ഫോട്ടോകൾ നിങ്ങളുടെ സ്വകാര്യതയിൽ വച്ചിരിക്കുക, ഇങ്ങനെ പബ്ലിക്കാക്കരുത്. അശ്വിനെ ഫാമിലിയും മോളുടെ ഫാമിലിയും ഇതൊക്കെ കാണുന്നതല്ലേ, ഇത്തരം ഫോട്ടോകൾ എടുക്കരുത് എന്ന് പറയുന്നില്ല. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യങ്ങൾ. പക്ഷേ പബ്ലിക്കാക്കുമ്പോൾ ആലോചിച്ച് തീരുമാനമെടുക്കുക. ഇനി എന്തപ്പോൾ ഇതിൽ പ്രശ്നമുള്ളതെന്ന് എനിക്കറിയില്ല. അതൊരു കോസ്റ്റ്യൂമാണ്, മെർമെയ്ഡ് പോലത്തെ എന്തോ ഒരു കോൺസെപ്റ്റിൽ ഉണ്ടാക്കിയ ഒരു കോസ്റ്റ്യൂം. അതിനാണ് ഇപ്പോൾ ഇത് പ്രൈവറ്റ് ഫോട്ടോ അല്ലേ, ഇത് പബ്ലിക് ആക്കാൻ പാടും എന്നൊക്കെ ചോദിച്ചിട്ട്. ശരിക്കും ഇങ്ങനെ വയറ് കാണിച്ച് ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ അല്ലേ വയറ് ബാക്കിയുള്ളവരെ കാണിക്കാൻ? മനസ്സിലായ? അവർ ഗർഭിണിയാണ്, അവർ ബേബി മൂണിന് പോയതാണ്. ബേബി മൂണിന് പോയപ്പോൾ അവരുടെ കോൺസെപ്റ്റിൽ അവർ ഗർഭിണിയാണ്, അവർ ആ കോസ്റ്റ്യൂമിൽ അവരുടെ വയറ് അവർ കൃത്യമായി കാണിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അതിനെന്താ IAV എന്ന് പറയും. ഇവിടെ ചടങ്ങൊക്കെ ഇല്ലേ ചില സ്ഥലങ്ങളിൽ, വയറ് കാണൽ ചടങ്ങ് അല്ലേ, ഗർഭിണിയാവുന്ന സമയത്ത്. അങ്ങനത്തെ ചടങ്ങിലും ഇതേ വയറ് കാണിക്കൽ പരിപാടി തന്നെയല്ലേ നടക്കാറ്. ബേബി മൂണിന് ഇപ്പം എന്താ വിഷയം എനിക്ക് മനസ്സിലാവുള്ളൂ. ഇവർക്ക് എത്രത്തോളം ചൊറിഞ്ഞു വിട്ടാനുള്ളത്. ഇനി അടുത്ത ഫേസ്ബുക്കിൽ കുറേ ചേച്ചിമാരുണ്ട്, കൊച്ചേ ഇതിത്തിരി ഓവറാക്കിട്ടോ, നഗ്നത മറയ്ക്കാൻ ചിലർ പാടുപെടുമ്പോൾ നഗ്നത പ്രദർശിപ്പിക്കാൻ ചിലർ പാടുപെടുന്നു. കഷ്ടം. ജീവിക്കാൻ വേണ്ടി ശരീരം വിൽക്കുന്നവർ, അല്ലാതെ എന്ത് പറയാൻ. ഏതാ ഈ ചേച്ചു? ഭാരതി ഉദേശ്. ഇതിലും വലിയ ദാരിദ്ര്യം കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടില്ല. അവരൊരു പ്രഗ്നൻ്റ് ആയ ലേഡിയാന്ന് പോലും ആലോചിക്കാതെ ജീവിക്കാൻ വേണ്ടി ശരീരം വിൽക്കുന്നവർ എന്നൊക്കെ എഴുതി ഇങ്ങനെ കമൻ്റ് ഇടാം. ഉളുപ്പും നാണം മാനമില്ല ഇങ്ങൾക്കൊക്കെ. എന്ത് ദാരിദ്ര്യം പിടിച്ചവരാണ്. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട ആ തുണി? അതുകൂടി ഒഴിവാക്കിക്കൂടെ? എന്തൊരു വേഷം കെട്ട്, കഷ്ടം. മിസ്റ്റർ കൃഷ്ണകുമാർ ഇതൊന്നും കാണുന്നില്ലേ? പിന്നെ വസ്ത്രധാരണം വ്യക്തിപരമാണ്. ഉപദേശം ഒപ്പം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇയാളെങ്ങാണ്ട് ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക ചേച്ചിമാരെല്ലാവരും കൂടി ചേർന്നിട്ട്. ഗർഭാവസ്ഥ വികൃതമായി കാണിക്കുന്ന പുതിയ തലമുറ, കഷ്ടം. ഇതാണ് വികൃതമായിട്ട് കാണിക്കുന്ന ഗർഭാവസ്ഥ.
ഇതിന് വികൃതം എന്നാ പറയൽ? അവരുടെ ഇഷ്ടം, അവരുടെ കോൺഫിഡൻസ്, അവരുടെ ഫ്രീഡം. ഇതിലെന്തോ വികൃതമായിട്ടുള്ളത്? കാണുന്ന നിങ്ങളുടെ കണ്ണിനകത്ത്, നിങ്ങളുടെ ചിന്താഗതിക്കും എന്തോ വിഷയമുണ്ട്. മനസ്സിലായോ? കാലത്തിനൊപ്പം പോകാൻ പറ്റില്ല. ഇപ്പോഴും ഫേസ്ബുക്കിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളാണ്. മാറാനും പോകുന്നില്ല. കുറച്ച് കൂടാനേ ചാൻസ് ഉള്ളൂ ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ. പ്രസവം കൂടി വീഡിയോ റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്യണേ. അത് സെൻഡ് ചെയ്യണോ? ലീന സുരേഷ് സെൻഡ് ചെയ്ത് കൊടുക്കണം. കാണാൻ താല്പര്യമുണ്ട്. അപ്പം ഷൂട്ട് ചെയ്തത് കാണാൻ ഭയങ്കര താല്പര്യമുള്ള ഏതോ ചേച്ചിയാണ്. അത് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്, സെൻഡ് ചെയ്യണേന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ചേച്ചിക്ക് അയച്ചു കൊടുക്കണേ, എനിക്ക് വേണേ, ചേച്ചിക്ക് തരണേ. എരന്ന് പേടിക്കുന്നു. അമ്മായിയമ്മ, ആ കുടുംബം, അവരൊക്കെ ഇത് കാണുന്നില്ലേ? എല്ലാം പണം. അതേ പണമാണ്, എല്ലാം പണം തന്നെയാണ്. അല്ല, പണത്തിന് പകരം ചാണകം പെരട്ടിണ്ടാക്കി നടക്കില്ലല്ലോ, ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് നടക്കില്ലല്ലോ. പണത്തിന് പണം തന്നെ വേണ്ടേ? ഇപ്പം അമ്മായിയമ്മയോട് സ്നേഹമാണ് ഇപ്പോൾ. അല്ലെങ്കിൽ അമ്മായിയമ്മ വില്ലത്തെ, ഇത് അമ്മായിയമ്മേനോടാ സ്നേഹം. ഇത് മറ്റേ ലൈനാ, അമ്മായിയമ്മയെ നിങ്ങൾ കാണും നിങ്ങളുടെ മരുമകൾ. അച്ഛനും അമ്മയും പോട്ടെ, കല്യാണം കഴിച്ചൊരു വാഴ ഉണ്ടല്ലോ, ഇവൾക്ക് അവനും ഇത് കണ്ടിരിക്കണോ? അല്ല, ആ പറഞ്ഞ വാഴയാണ് ഇപ്പോൾ ഒപ്പം പോയിട്ടുള്ളത്. മനസ്സിലായി? ആ വാഴയാണ് ഈ ലേഡീനെ ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. ആ വാഴയ്ക്കതൊരു വിഷയമല്ല. കമൻറ്റ് ബോക്സിൽ കിടന്ന് രോദിക്കണ ചേനയ്ക്ക് എന്താ അത്ര വലിയ കുഴപ്പമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കമൻറ്റ് ബോക്സിൽ കണ്ട ചേനയ്ക്കും ചേമ്പിനുമാണ് പ്രശ്നം വാഴയോട്. വാഴയ്ക്കൊരു പ്രശ്നമില്ല. വൈ യു ഷോയിങ് യുവർ സ്റ്റൊമക് ടു അസ്? അതെന്തിനാപ്പോൾ ചോദിക്കുന്നത്? അവരിഷ്ടം അവർ സ്റ്റൊമക്ക് കാണിക്കുന്നത്. വൈ യു ആർ ലുക്കിംഗ് ടു യുവർ സ്റ്റൊമക്ക്? തിരിച്ചൊരു ചോദ്യം. ഇഫ് യു വാണ്ട് ടു ഷോ ഇറ്റ് ദിസ് ടു യുവർ പാരൻസ്, ജസ്റ്റ് സെൻഡ് ദം ഇൻ വാട്സാപ്പ്. ഡോണ്ട് ഷോ ടു പബ്ലിക്. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു സീ ഇറ്റ്, ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ലുക്ക് ഇൻ ടു ഇറ്റ്, പ്ലീസ് ഇഗ്നോർ. കാരണം 3 സ്ഥാനത്ത് കുത്തിയിട്ട് ഇഗ്നോർ എന്ന ബ്ലോക്ക് അടിച്ചാൽ പിന്നെ കാണില്ലല്ലോ. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും വയറ് കാണിക്കാൻ പാടില്ല എന്നുണ്ടോ? എനിക്കറിയാൻ പാടില്ല. വയറ് കാണിക്കാൻ പാടില്ല എന്നുള്ള സ്കീം എവിടെ ഉള്ളതായിട്ട് എനിക്കറിയാൻ പാടില്ല. അവർ വയറ് കാണിച്ചുകൊണ്ട് എന്താ പ്രശ്നം? നിങ്ങൾ നോക്കണ്ടേ? നോക്കുന്നതുകൊണ്ടാണല്ലോ ഈ 100 ചോദ്യം ചോദിക്കേണ്ട അവസ്ഥ വരുന്നത്. എന്താണെങ്കിലും കമൻറ്റ് ബോക്സ് ഇങ്ങനെ പൊട്ടി ഒലിക്കുകയാണ്. പേളി മാണിയുടെ ഗർഭം കഴിഞ്ഞു, ഇനി ദിയ കൃഷ്ണയുടെ ഗർഭം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്കീമുകൾ വരുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കമൻറ്റ് ബോക്സും കുറേ സദാചാര കമൻറ്റോളികളും ഉള്ളതുകൊണ്ട് അരി അടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും എന്താ പറയുക, എനിക്കത് കാണുമ്പോഴുള്ളൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ആണുങ്ങളെക്കാൾ കൂടുതൽ ഒരുപാട് ചേച്ചിമാർ, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇവർക്ക് ഇങ്ങോട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. ഇവർക്ക് ഇതെന്തോ കൊടും പാതകമാണ്, കൊടും പാപമാണെന്നുള്ള പോലെയാണ് ഇവർ ചെയ്ത് വെക്കുന്നത്. ദിയ കൃഷ്ണേൻ്റെ അച്ഛന് കുഴപ്പമില്ല, ദിയ കൃഷ്ണേൻ്റെ അമ്മയ്ക്ക് കുഴപ്പമില്ല, ഹസ്ബൻഡിന് കുഴപ്പമില്ല, അനിയത്തിക്കും ചേച്ചിക്കും ഒന്നൊരു വിഷയമല്ല. കാണുന്ന ഈ ചേച്ചിമാർക്കാണ് വിഷയം. ഉറങ്ങുന്നുണ്ടാവില്ല ചില ആൾക്കാർ. ദിയ കൃഷ്ണ വയറ് കാണിച്ചു എൻ്റെ അമ്മ, മറ്റേ ലൈനും ഉണ്ടാവും. അയ്യോ, നമ്മുടെ പാർട്ടീൻ്റെ നേതാവിൻ്റെ മകള് എന്താ വിളിട്ടിങ്ങനെ ശിവ ശിവ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ടീമും ഉണ്ടാവും. എന്ത് ചെയ്യാൻ? എനിക്കൊന്നും ഒരു മാറ്റം വരാൻ പോണില്ല. ഇത്ര കാലം കഴിഞ്ഞാലും ഇനി ബേബി മൂൺ എന്ന് പറഞ്ഞാലോ ഹണിമൂൺ എന്ന് പറഞ്ഞാലോ ഒക്കെ ഇവർക്ക് ആകെ ഒരു മൂണേ ഉണ്ടാവുള്ളൂ. കഥ തന്നെ ഇട എന്താണെങ്കിലും